10th സ്റ്റാൻഡേർഡ് മാത്സ് അതിൻ്റെ ലാസ്റ്റ് പാർട്ടുള്ള പേജ് നമ്പർ 30 ക്വസ്റ്റ്യൻ ആൻസറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 4 അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് 100. അതായത് ആദ്യത്തെ 4 നമ്പർ കൂട്ടിയാൽ 100 കിട്ടുന്ന അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്കത് ഈവൺ നമ്പറാണ് അല്ലേ, 4 നമ്പർ എന്ന് പറയുമ്പോൾ ഈവൺ നമ്പറാണ്. അപ്പോൾ ഈവൺ നമ്പർ കൂട്ടിയാൽ 100 കിട്ടണം. ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ എണ്ണമാണ് 4 നമ്പർ എന്ന് പറയുന്നത്. അതായത് 4 നമ്പർ കൂട്ടിയാൽ 100 കിട്ടണം എന്ന് പറഞ്ഞാൽ x1ഉം x2ഉം x3ഉം x4ഉം ഈവൺ നമ്പറായിട്ട് വരുന്ന സമയത്ത് ഈ അറ്റത്തെ നമ്പർ കൂട്ടിയാലും ഇതുപോലെ x1ഉം x4ഉം x2ഉം x3ഉം. ഇനി x1ഉം x2ഉം x3 x4 x5 x6 6 x5 അല്ല, x5 ആകുമ്പോൾ നടുക്കേത്ത ടേമാണ് ബന്ധം ഉണ്ടാവുക. x6 ആണെങ്കിൽ നമുക്ക് x1ഉം x6ഉം x2ഉം x5ഉം അങ്ങനെ ആ ഒരു റിലേഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് അത് കൂട്ടിയാൽ കിട്ടുന്നത് ഇവിടെ ഇപ്പോൾ 2 പേരാണ് ഉണ്ടാവുള്ളൂ. 4 നമ്പർ ആകുമ്പോൾ 2 പേര്. അപ്പോൾ 2 പേരാകുമ്പോൾ നമ്മൾ 100/2 ആയിരിക്കും അതിൻ്റെ 2 ടേം കൂട്ടിയാൽ ഉണ്ടാവുക. അതായത് x1ഉം x4ഉം കൂട്ടിയാലും x2ഉം x3ഉം ആഡ് ചെയ്തിട്ട് നമുക്ക് നോക്കിയാൽ 100/2 50 ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് 6 നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ 100/6 എന്നാണ് 100/3 എന്നാണ് ഇതാ. കാരണം 6 നമ്പർ എന്നുണ്ടാകുമ്പോൾ അതിന് 3 പേരായിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ നേരത്തെ ആ നമ്പറിന് മാറ്റമുള്ള വേറെ നമ്പറാണ് വരിക. 100/3 നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം x1ഉം x4ഉം കിട്ടിയിട്ടുണ്ട്, അത് 50 കിട്ടിയിട്ടുണ്ട്. അതായത് 1ാമത്തെയും 4ാമത്തെയും കൂട്ടിയാൽ എത്ര കിട്ടണം? 50 കിട്ടണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ 10ഉം 40ഉം ആദ്യം എടുത്തു. 10ഉം 40ഉം എടുത്തിട്ടാകുമ്പോൾ 1ാമത്തത് 10, 4ാമത്തെ 40 എന്ന് പറയുമ്പോൾ 2ാമത്തെ 20, 3ാമത്തെ 30 നമുക്ക് എഴുതാൻ പറ്റും. ടോട്ടൽ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇതും കിട്ടും. ഇനി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നൊരു സെറ്റ് എന്ന് പറയുമ്പോൾ 1ഉം 49ഉമാണ്. 1ഉം 49ഉം 50ആണ്. പിന്നെ 17ഉം 33ഉം 50ആണ്. ഈ നടുക്കത്തെ നമ്പർ നമ്മളിങ്ങനെ ഇഷ്ടമുള്ള പോലെയല്ല ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ഫസ്റ്റ് ടേം, ഇത് നമ്മുടെ 4th ടേം. അപ്പോൾ നമുക്ക് ഡി കാണേണ്ട ഇക്വേഷൻ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് 49ൽ നിന്ന് 1 മൈനസ് ആ ഒരു ഇതുണ്ടല്ലോ, ഫസ്റ്റ് ടേമാണ് 1. അപ്പം 49ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 48ആണ് കിട്ടും. അതുപോലെ 4ാമത്തെ നമ്പർ എന്ന് പറയുമ്പം പിന്നെ 49 എന്നുള്ളത്. അപ്പോൾ 4ൽ നിന്നും 1 മൈനസ് ചെയ്യുക. അപ്പോൾ അതിന് ഈ 48നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 16 എന്നാണ് കിട്ടുക. അപ്പോൾ ആ 16 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 1ഉം 16ഉം 17ഉം 16ഉം 33 ആ രീതിയിൽ ചെയ്യാം. അതായത് 1ാമത്തെ നമ്പർ 4ാമത്തെ നമ്പർ വഴിയെങ്കിൽ ഡി കാണാൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഫസ്റ്റ് 28ഉം 22ഉം പിന്നെ 28ഉം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ആദ്യത്തതും 4ാമത്തതും കൂട്ടിയാൽ 50 കിട്ടുന്നത്. പിന്നെ നടുക്കേത്തെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി കണ്ടാൽ മതി. എന്താണ്? പൊസിഷൻ ഓഫ് ടേംസ് ബൈ ഡിഫറൻസ് ഓഫ് ടേംസ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻസ്. അപ്പോൾ 28ൽ നിന്ന് 22ഉം കുറക്കുക, 4ൽ നിന്ന് 1ഉം കുറക്കുക. അതായത് 4ാമത്തെ നമ്പറിൽ നിന്ന് 1ാമത്തെ നമ്പറും കുറക്കുക. ആ രീതിയിൽ ചെയ്യാം. ഇനി 16, 22, 28, 34. അതായത് 16ഉം 34ഉം എന്താണ് കിട്ടുക? 50ആണ്. 28ഉം 22ഉം 50ആണ് കിട്ടുക. ആ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. The first term of an arithmetic sequence is 5 and the sum of the first 6 term is 105. Calculate the first 6 term of the sequence. അതായത് 1ാമത്തെ നമ്പർ 5 ആണ്, ഫസ്റ്റ് ടേം 5 ആണ്. 6 ടേം ഈസ് 105. 105 വന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് 6 ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഫസ്റ്റ് ടേം 5 ആണ്. അപ്പോൾ 6 നമ്പേഴ്സിൻ്റെ സമ്മ് പറഞ്ഞിട്ടുണ്ട് 105 എന്ന്. x1ഉം x2 x3 x4 x5 x6 = 105. അതിൽ നമുക്കൊരു കാര്യം അറിയാം, ഇത് ഈവൺ നമ്പേഴ്സാണ്. അതായത് 1 2 3 4 5 6 നമ്പറാണുള്ളത്. അപ്പോൾ ഈവൺ നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 പേരാണ് ഉണ്ടാവുക. ആ 3 പേരിൽ x1ഉം x6ഉം ആഡ് ചെയ്താലും അതുപോലെ x2ഉം x5ഉം x3ഉം x4ഉം ആഡ് ചെയ്താലും ഒരേ നമ്പറാണ് വരിക. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ആ പേരിനെ 100/5/3 3 പേരുള്ളത് കൊണ്ട് അതിനെ 3 പാർട്ടാക്കണം. അതായത് 35 35 35 എന്ന് 3 പ്രാവശ്യം ചെയ്താലാണ് നമുക്ക് 105 കിട്ടുക. അപ്പോൾ x6 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 35 ആണല്ലോ. അപ്പോൾ x6 കാണുമ്പോൾ 35 x1 എന്ന് പറയുമ്പോൾ 5 ആണ്, 30 കിട്ടും. അപ്പോൾ x6 30 കിട്ടി. x1 നമുക്ക് 5 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കാനുള്ളത് x1 + x6 35. x6 കാണുമ്പോൾ 35 എന്ന് ഈ ഇവിടെയുള്ള 5 ഇപ്പുറം വരും. അത് x1 5 ആണ്, അത് ഇപ്പുറം വരുമ്പോൾ -5 എന്ന് വരും. അങ്ങനെ 30 കിട്ടും. ഡി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 30 - 5, അതായത് 6th ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ ആ 6th ടേമിൻ്റെ പൊസിഷൻ
ഫസ്റ്റ് ടേം അത് 6 മൈനസ് 1 ചെയ്താൽ നമുക്ക് 5 ആണ് ഡി കിട്ടുക. 5, 10, 15, 20, 25, 30 അങ്ങനെ നമുക്ക് ആ നമ്പേഴ്സിൻ്റെ ആൻസർ കിട്ടും. Question number 3. The sum of the 7th and the 8th term of an arithmetic sequence is 50. Calculate the sum of the first 14 terms. ഏഴാമത്തെ നമ്പറും എട്ടാമത്തെ നമ്പറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. x1ഉം x7ഉം ആഡ് ചെയ്താൽ 50 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓഡ് നമ്പറിൻ്റെ പാറ്റേൺ ആണ്. നമുക്ക് 14 നമ്പർ ഉണ്ട്. 7ഉം 8ഉം 15ആണ്. 14 നമ്പറാണ് ഉള്ളത്. 14 നമ്പർ എന്ന് പറയുമ്പോൾ ഈവൺ നമ്പേഴ്സാണ്. അപ്പോൾ 1 മുതൽ 14 വരെ ഉണ്ടാകുമ്പോൾ 1ഉം 14ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാലും 2ഉം 13ഉം 3ഉം 12ഉം 4ഉം 11ഉം 5ഉം 10ഉം 6ഉം 9ഉം 7ഉം 8ഉം. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരേപോലെയാണ് സമ്മ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 7ഉം 8ഉം 50 തന്നതുകൊണ്ട് ഇതും എന്താ വരിക 50 വരും, ഇതും 50 വരും. എല്ലാ സെറ്റും എന്താണ് 50 50 ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ 14 നമ്പർ ഉള്ളത് കൊണ്ട് 7 സെറ്റ് ഉണ്ടാവും. 7 സെറ്റിൻ്റെ അതിൻ്റെയൊക്കെ സമ്മ് 50 50 50 വെച്ചിട്ടാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ 8 നമ്പറും ആഡ് ചെയ്താൽ കിട്ടാൻ വേണ്ടിയിട്ട് 14 നമ്പർ ഉള്ളത് നമുക്ക് അവിടെയുള്ളത് 7 പെയറാണ് ഉണ്ടാവുക. സം ഓഫ് 7 പെയേഴ്സ് ആ 50. എല്ലാത്തിൻ്റെയും പെയേഴ്സ് 7 പെയേഴ്സ് എന്ന് പറയുന്നതിൽ x1ഉം x14ഉം x2ഉം x13ഉം x3ഉം x12ഉം x4ഉം x11ഉം x5ഉം x10ഉം x6ഉം x5ഉം അങ്ങനെ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ആ പെയർ 7 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആ 7 പെയറും 50 ആയിരിക്കും. അപ്പോൾ സം ഓഫ് 14 ടേംസ് എന്ന് പറയുമ്പോൾ 7 × 50 350 ആണ് ആൻസർ കിട്ടുക. ടോട്ടലി 357 പെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോന്നും 50 വീതമായിരിക്കും. അപ്പോൾ 50 7 എണ്ണം ഉണ്ടാകുമ്പോൾ 14 എണ്ണം മൊത്തമുള്ളത്. അപ്പോൾ 7 50 സെറ്റ് ഉണ്ടാകുമ്പോൾ അത് 350 ആണ് കിട്ടുക. Write the first 3 terms of each of the arithmetic sequence given below. The first term is 30 and the sum of the first 3 term is 300. പിന്നെ the first term is 30 and the sum of the first 4 term is 300. The first term is 30 and the sum of the first 5 term is 300. The first term is 30 and the sum of the first 6 term is 300. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓരോ രീതിയിലും വരുന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫസ്റ്റ് ടേം 30 ആണ്. സം ഓഫ് 3 ടേംസ് ആണ് 30 എന്ന് പറയുന്നത്. അപ്പോൾ 3 നമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മിഡിൽ ടേം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സം ബൈ നമ്പർ കണ്ടാൽ മതി. സമ്മിനെ 1 2 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 1 2 3 4 5 ഉണ്ടെങ്കിൽ നമുക്ക് നമ്പറിനെ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ x2 കിട്ടി നമുക്ക്. x2 300/3 100 കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 30 എന്ന്, പിന്നെ 100. അപ്പോൾ അത് 70 ആഡ് ചെയ്തതാണ്. അപ്പോൾ അടുത്ത നമ്പർ 170 ആയിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ x1 30 ആണ്. 4 നമ്പർ ആഡ് ചെയ്താൽ 300 എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 നമ്പറിനൊരു പ്രത്യേകത നമ്മൾ പറയുന്നത് 4 എണ്ണം ഉണ്ടെങ്കിൽ 2 പെയർ, അതായത് x1ഉം x4ഉം ആഡ് ചെയ്താലും x2ഉം x3ഉം ആഡ് ചെയ്താലും ഒരേ ആൻസർ ആയിരിക്കണം. അപ്പോൾ അതിൻ്റേത് 300 ആയതുകൊണ്ട് അത് 150 വീതമാണ് ഉണ്ടാവുക. x1ഉം x4ഉം 150 ആയിരിക്കും, x2ഉം x3ഉം 150 ആയിരിക്കും. അപ്പോൾ 150 + 150 300. അപ്പോൾ അതിൽ നമ്മൾ x1 എന്ന് പറയുമ്പോൾ 30 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. 30 + x4 = 150. അതിൽ x4 = 150. 30 അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് വരും. അങ്ങനെ 120 കിട്ടും. അപ്പോൾ ഫോർത്ത് ടേമും ഉണ്ട് ഫസ്റ്റ് ടേമും ഉണ്ട്. ഡി കാണാനുള്ള ഇക്വേഷൻ ഫോർത്ത് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ അതിൻ്റെ പൊസിഷൻ 4 - 1. അങ്ങനെ 30 ആണ് ഡി കിട്ടുക. 30 ഡി കിട്ടിയ ഫസ്റ്റ് ടേമും 30 ആണ്. അപ്പോൾ 30 60 90 അങ്ങനെ പോകും. 4 നമ്പർ ആകുമ്പോൾ നമുക്ക് 120 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. പക്ഷേ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഓരോന്നിൻ്റെയും 3 ടേംസ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ 3 ടേംസ് എഴുതിയാലും മതി. അടുത്തത് ഫസ്റ്റ് ടേം 30 ആണ്. 5 നമ്പേഴ്സിൻ്റെ സമ്മ് 300 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മിഡിലിൽ വരുന്നത് x3 ആണ്. x3 കാണാൻ വേണ്ടിയിട്ട് 300/5. ഇത് ഓഡ് നമ്പേഴ്സ് കാണുന്നതാണ്. നമ്മൾ നേരത്തെ ചെയ്തത് ഈവൺ നമ്പർ, ഫസ്റ്റ് കണ്ടത് ഓഡ് നമ്പറിൻ്റെത്. അപ്പം മിഡിൽ ടേം കാണാൻ വേണ്ടിയിട്ട് x3 300/5 അങ്ങനെ 60 കിട്ടും. പിന്നെ നമ്മൾ x1 30 എന്ന് പറയാം, x3 60 എന്ന് പറയാം. ഡി കാണേണ്ട ഇക്വേഷൻ നമ്മുടെ തേർഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ തേർഡ് പൊസിഷൻ മൈനസ് ഫസ്റ്റ് പൊസിഷൻ 30/2 = 15 വരും. ഫസ്റ്റ് ടേം 30 പിന്നെ 15 ആഡ് ചെയ്യുമ്പോൾ 45 60 75 90 അങ്ങനെ നമുക്ക് പറഞ്ഞിട്ട് പോകും ടേംസ്.
റോമൻ നമ്പർ 4 x1 30 ആണ്. 6 നമ്പേഴ്സ് 300 എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് 3 പെയേഴ്സാണ് സെയിം ആയിട്ടുണ്ടാവുക. x1ഉം x6ഉം x2ഉം x5ഉം അതുപോലെ അവിടെ x1 = 30. ഇവിടെ ഇപ്പോൾ 6 നമ്പർ ഉള്ളത് കൊണ്ട് 3 പെയേഴ്സ് സെയിം ആയിരിക്കും. x1ഉം x6ഉം x2ഉം x5ഉം x3ഉം x4ഉം. അപ്പോൾ അത് 3 പെയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ സമ്മിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 300/3 എന്ന് പറയുമ്പോൾ 100 കിട്ടും. x6 അതായത് x1ഉം x6ഉം x1ൻ്റെ കൂടെ x1 നമുക്ക് തന്നത് കൊണ്ടാണ് x1ഉം x6ഉം എടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ x2 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അതിൻ്റെ കൂടെ x5 എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ x1 തന്നത് കൊണ്ടാണ് ഞാൻ x1ഉം x6ഉം എടുക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഉള്ളത് 100 ആണ്. അപ്പോൾ x6 എന്ന് പറയുമ്പോൾ 100 - 30 എന്ന് കിട്ടും. ആ ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ മതി, 70 എന്ന് കിട്ടും. അപ്പോൾ 6th ടേമും ഉണ്ട് ഫസ്റ്റ് ടേമും ഉണ്ട്. ഡി കാണുമ്പോൾ 6th ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ 6th പൊസിഷൻ മൈനസ് ഫസ്റ്റ് പൊസിഷൻ. അപ്പോൾ അത് 8 ആണ് കിട്ടുക. കോമൺ ഡിഫറൻസ് 8 കിട്ടിക്കഴിയും. പിന്നെ ഫസ്റ്റ് ടേം 30 എന്ന് പറയാം. അപ്പോൾ 8 ആഡ് ചെയ്ത് പോകുമ്പോൾ 30, 38, 46 ഇതാണ് 3 നമ്പർ ഉണ്ടാവുക. നമ്മൾ 5 നമ്പർ എഴുതുന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും 8 ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. നമുക്കിവിടെ 6 നമ്പറാണ് ചോദിച്ചത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 6 നമ്പറിൻ്റെ കാര്യമാണ്. വേണമെങ്കിൽ നമുക്ക് 30, 38, 46, 54, 60, 66 അങ്ങനെ എഴുതാം. അപ്പോൾ ഇതിന് നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ബൈ.